إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ചെറുതും വലുതുമായ ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് പാരത്രിക വിജയം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെല്ലാം മുന്നേറുകയാണ്. അല്ലാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിച്ച് യഥാർത്ഥ നോമ്പുകാരായി കടന്നു വരാനുള്ള തൗഫീഖ് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, സ്വാലിഹീങ്ങൾക്ക് വേണ്ടി പ്രതിഫലം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ള കേന്ദ്രമാണ് സ്വർഗ്ഗം. അത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഭവനമാണ്. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്നാണ്. അത് എത്ര തന്നെ വിവരിച്ചാലും തീരാത്ത അത്രയും വിശാലമാണ്. നമ്മുടെ എല്ലാം ഭാവനകൾക്കപ്പുറമാണ് സ്വർഗം എന്നുള്ളത്. മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഷഹീദു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസ. ഒരു ദിവസം പ്രവാചകന്റെ ഒരു മജ്ലിസിൽ പ്രവാചകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദീന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സദസ്സിൽ ഞാൻ സാക്ഷിയായി, ഞാൻ ഹാജരായി എന്ന് സഹൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. വസഫ ഫീഹിൽ ജന്ന, അതിൽ സ്വർഗ്ഗത്തെ, ആ മജ്ലിസിൽ സ്വർഗ്ഗത്തെ വിവരിക്കുകയാണ്, വർണ്ണിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ ഇൻതഹ, അവസാനം വരെ, ഹത്താ ഇൻതഹ, ആ ഒരു മജ്ലിസ് തീരുന്നത് വരെ സ്വർഗ്ഗത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടേയിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വർണ്ണിച്ച് ഓരോ വിശദീകരണങ്ങളും, അതിന്റെ ഓരോ അവസ്ഥകളും മേഖലകളും വിശദീകരിച്ചിട്ട് ثم قال صلى الله عليه وسلم في آخر حديثه, ആ ഒരു സംസാരത്തിന്റെ അവസാനത്തെ ഭാഗത്ത് പ്രവാചകൻ പറഞ്ഞു, فيها ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر ثم قرأ فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഒരു മജ്ലിസിന്റെ കുറേ സമയത്തിന് ശേഷം അതിന്റെ അവസാന ഭാഗത്ത് പ്രവാചകൻ പറയാം, എത്ര വർണ്ണിച്ചാലും തീരുകയില്ല, നമ്മുടെ എല്ലാം ചിന്തകൾക്ക് അപ്പുറമാണ്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത,
മനുഷ്യന്റെ മനസ്സുകൾക്കപ്പുറം അത് വിഭാവനം ചെയ്യാൻ ഒന്ന് സ്വപ്നം പോലും കാണാത്ത അത്രയും സുഖാനുഭൂതികൾ അള്ളാഹു സ്വാലിഹീങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് വേണ്ടി സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇന്ന് നമ്മൾ സുബഹിക്ക് കേട്ട പരിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിലെ ആയത്താണ് പ്രവാചകൻ അതിനുശേഷം ഓതിയത്. എന്നിട്ടാണ് മജ്‌ലിസ് അവസാനിപ്പിച്ചത്. ഏതാണ് ആയത്ത്? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. കണ്ണുകളെയെല്ലാം പിന്നെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിറഞ്ഞ സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പാരായണം ചെയ്യുകയും ചെയ്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുവാനും ഈ സ്വർഗം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഈ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്ന ലക്ഷ്യമായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിലുണ്ടാകേണ്ടത്. ഒരുപാട് ഭൗതിക വിഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ദുനിയാവിന്റെ ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നാലും ഒരിക്കലും ഈ സ്വർഗത്തിലേക്കുള്ള മാർഗം നമ്മൾ ഒരിക്കലും വഴിതെറ്റിച്ച് കളയരുത്. ആ ഭൗതിക വിഭവങ്ങൾ ഒരിക്കലും ഭൗതിക വിഭവങ്ങളെയും സ്വർഗീയ വിഭവങ്ങളെയും നമ്മൾ തുലനം ചെയ്യുകയാണ് എങ്കിൽ ഭൗതിക വിഭവങ്ങളെല്ലാം അല്ലാഹു സത്യം, അതെല്ലാം നിസ്സാരമാണ്. അതൊരിക്കലും സ്വർഗീയ വിഭവങ്ങളോട് എത്തിപ്പെടുകയില്ല. സ്വർഗത്തിന്റെ അല്ലാഹു തയ്യാറാക്കി വെച്ച വിഭവങ്ങളോട് തുല്യതപ്പെടുത്താൻ ഒരിക്കലും ദുനിയാവിലെ വിഭവങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഈ ദുനിയാവിൽ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ പുതിയ പുതിയ അത്ഭുതങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ള കാണാത്തതുമായ, കാതുകൊണ്ട് കേട്ടിട്ടുള്ള കേൾക്കാത്തതുമായ എത്ര വലിയ അത്ഭുതങ്ങൾ ഈ ഭൂമി ലോകത്ത് കണ്ടുപിടിച്ചാലും അതെല്ലാം റബ്ബിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ 1% മാത്രമാണ്. ഈ ലോകാവസാനം സംഭവിക്കുന്നതിന് മുമ്പായി എന്തൊക്കെ സംവിധാനങ്ങൾ, എന്തൊക്കെ അത്ഭുതങ്ങൾ ഈ ഭൂമി ലോകത്ത് കണ്ടുപിടിച്ചാലും അതെല്ലാം റഹ്മത്തിന്റെ ഒരു ശതമാനം മാത്രമാണ് എന്ന് പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി 99 അത് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ച ഇഷ്ടദാസന്മാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ, പ്രവാചകന്മാർ, നബിമാർ, ഹിദായത്ത് ലഭിച്ചവർ, മുത്തഖീങ്ങൾ, മുഹ്സിനീങ്ങൾ, മുഅ്മിനീങ്ങൾ, അവർക്ക് പ്രതിഫലമായിട്ട് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ സ്വർഗ്ഗത്തിന്റെ അവസ്ഥ എന്താണ്? അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൗദിഉ സൗത്തിൻ ഫിൽ ജന്നത്തി ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. ഒരു ചാട്ടവാർ അല്ലേ, ആ ചാട്ടവാർ വെക്കാനുള്ള ഒരു സ്ഥലം സ്വർഗ്ഗത്തിൽ, ഒരു വട്ടം അല്ലെ, ഒരു ചെറിയൊരു കയറിന്റെ ഒരു വട്ടം. അറബികൾക്കറിയാം എന്താണ് ചാട്ടവാർ എന്ന് പറഞ്ഞാൽ. ആ ഒരു ചാട്ടവാർ വെക്കാനുള്ള ഒരു സ്ഥലം സ്വർഗ്ഗത്തിൽ കിട്ടിയാൽ, സ്വർഗ്ഗത്തിൽ നിനക്കൊരു ഇരിപ്പിടം, നിനക്കൊരു ചാട്ടവാറിന്റെ അത്ര അളവിൽ നിനക്ക് കിട്ടിയാൽ ഭൂമി മുഴുവൻ കിട്ടുന്നതിനപ്പുറമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൽപ്പം, ഒരു റൗണ്ട് ഒന്നിരിക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി, ഒന്നിരിക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി. ഭൂമി മുഴുവൻ കിട്ടുന്നതിനപ്പുറമാണെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ആ സ്വർഗ്ഗത്തിന്റെ സുഖാനുഭൂതി എത്രയാ! അതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി ഖുർആൻ പഠിപ്പിച്ചത്. എന്താ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. എല്ലാ ആത്മാക്കളും മരണം രുചിച്ചറിയുക തന്നെ ചെയ്യും. ജീവനോടുകൂടി ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും മരണം അനുഭവിക്കുക തന്നെ ചെയ്യും. മരിക്കാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല. മരണത്തിന് ശേഷമുള്ള ലോകത്താണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുക. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. ഹുമാ മഹല്ലാനി മാലിന്നാസി ഖൈറുഹുമാ ഫൻദുർ ലിനഫ്സി മാലാ അൻത മുഖ്താറു. സൽപ്രവർത്തികൾ ചെയ്തവർക്ക് വേണ്ടി സ്വർഗ്ഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് വേണ്ടി പ്രതിഫലം കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്.
ഈ രണ്ട് ഭവനങ്ങളാണ് പ്രതിഫലത്തിന്റെ ഭവനങ്ങൾ. ഒന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാം, അതല്ലെങ്കിൽ നിനക്ക് നരകത്തിൽ പോകാം. അതിലേത് വേണമെന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഈ ഭൂമി ലോകത്തുണ്ട്. പ്രസിദ്ധരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുക, അതിലേത് വേണം. സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗമാണോ നിനക്ക് വേണ്ടത്, അതല്ല കത്തിച്ചൊഴിക്കുന്ന നരകാഗ്നിയാണോ നിനക്ക് വേണ്ടത്? അത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ആ മരണത്തിന് ശേഷമുള്ള ലോകത്ത് പ്രതിഫലം നൽകപ്പെടുമ്പോൾ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട്, അതിൽ നിന്ന് മോചനം ലഭിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ തൗഫീഖ് ലഭിച്ചവരാരോ അവരാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം കൈവരിച്ചവർ. അവനാണ് ഏറ്റവും വലിയ വിജയി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാൻ പറഞ്ഞ എല്ലാത്തിലും വിശ്വസിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തവർ ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗമാണ് അല്ലാഹു അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ആ സ്വർഗ്ഗം ഒരാൾക്ക് ലഭിച്ചാൽ ദാലികൽ ഫൗസുൽ കബീർ, അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം. ഇതിനേക്കാൾ വലിയ വിജയമൊന്നുമില്ല, ഇതിനേക്കാൾ വലിയ വിജയമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ജീവിത രംഗത്ത് വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബ രംഗത്ത് വിജയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പരാജയപ്പെട്ടു പോകുമ്പോൾ വിജയം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസ് രംഗം, നമ്മുടെ കച്ചവട രംഗം, നമ്മുടെ സാമ്പത്തിക രംഗം, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും വിജയം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ വിജയം അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ സ്വർഗ്ഗത്തിനു വേണ്ടി എന്ത് ചെയ്തു നമ്മളെല്ലാം ഈ നോമ്പെടുത്ത് പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരിക്കാൻ പേടിയില്ലായിരുന്നു. അവർ റമദാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് ബദർ യുദ്ധത്തിന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയവരായിരുന്നു. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ, ഞാൻ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അതിന്റെ ഒരുപാട് പാഠങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാനുണ്ട്, അല്ലെ? അവരത്ര കഷ്ടപ്പെട്ടു, അവർ അത്ര വേദനകൾ സഹിച്ചു. എല്ലാം സ്വർഗത്തിനു വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കാൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് ക്ഷീണം, തളർച്ച, മടി, അലസത, സ്വർഗത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ, സ്വർഗത്തിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ താല്പര്യമില്ലായ്മ, സ്വർഗത്തിനു വേണ്ടി ശരീരം ത്യജിക്കാൻ താല്പര്യമില്ലായ്മ, അവിടെയാണ് സ്വഹാബത്തും നമ്മൾ തമ്മിലുള്ള അന്തരം, അല്ലെ? വിശദീകരിച്ചാൽ തീരൂല. സ്വർഗത്തെ കുറിച്ച് ഒരുപാട് പേരുകൾ കൊണ്ട് അറിയപ്പെട്ട ഒരു കേന്ദ്രമാണ് സ്വർഗം. അതൊക്കെ നമുക്ക് ഓരോരോ ഖുതുബകളിലൊക്കെ സൂചിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതിന്റെ പിന്നെ ആർക്ക് വേണ്ടിയ ഈ സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഒന്നാമത്തെ അവന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹ്, മൻ ആമന ബില്ലാഹ്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ ഒരുത്തന്റെയും ഈമാൻ നോക്കൂല, ഒരുത്തന്റെയും വിശ്വാസം അല്ലാഹു നോക്കുകയില്ല, ഒരാളുടെയും ദീൻ അല്ലാഹു നോക്കുകയില്ല, ഒന്നും നോക്കുകയില്ല. അല്ലാഹു ഉണ്ട് എന്ന് പറയുന്നവർക്കും അല്ലാഹു ഇല്ല എന്ന് പറയുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അനുഗ്രഹങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് അർ-റഹ്മാൻ എന്ന പേര് അല്ലാഹുവിന് വന്നിട്ടുള്ളത്. അതുപോലെ അല്ലാഹുവിനുള്ള ഒരു പേരാണ് റഹീം. എന്താണ് റഹീം എന്ന് പറഞ്ഞാൽ? കാരുണ്യവാനും കരുണാനിധിയും നമ്മൾ ഭാഷാർത്ഥം പറയുന്നതല്ലാതെ അതിന്റെ പിന്നിലുള്ള വിശാലമായ അർത്ഥമാണ്. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഭൂമി ലോകത്ത് വെച്ച് ഒരാളുടെയും വിശ്വാസവും ആദർശവും ജാതിയും മതവും ഒന്നും നോക്കാതെ അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്നവൻ അല്ലാഹ്, റബ്ബില്ല എന്ന് പറയുന്നവനും അല്ലാഹു ഭൂമി ലോകത്ത് അനുഗ്രഹം കൊടുക്കും. പക്ഷെ പരലോകത്ത് അങ്ങനെയല്ല. നാളെയുടെ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന മാലിക് യൗമിദ്ദീൻ എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ പഠിപ്പിച്ച ആ യൗമുൽ ഖിയാമയുണ്ടല്ലോ, ആ പരലോകമുണ്ടല്ലോ, ആ പ്രതിഫല ദിവസമുണ്ടല്ലോ, അവിടെ വിശ്വാസം നോക്കി, ആദർശം നോക്കി, ഓരോരുത്തരുടെയും നില
നിലപാട് നോക്കി ഓരോരുത്തരുടെയും കർമ്മങ്ങൾ നോക്കിയിട്ട് അള്ളാഹു പ്രതിഫലം കൊടുക്കൂ. അള്ളാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കാനുള്ള തൗഫീഖ് പടച്ചറപ്പ് നമുക്കെല്ലാം നൽകട്ടെ. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കണം, വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കണം, വഅഖാമസ്സലാം, നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. എന്റെ ചെറുപ്പക്കാർ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളോട്, മക്കളോട്, യുവാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, പരിശുദ്ധമാക്കപ്പെട്ട മാസമായ ഈ റമദാൻ മാസം ഇതിൽ മാത്രം നിർവഹിക്കാനുള്ളതല്ല ഈ ഇബാദത്ത്. നമ്മൾ അങ്ങാടികളിലാകുമ്പോൾ, നമ്മൾ മറ്റുള്ള വിനോദങ്ങളിലാകുമ്പോൾ, നമ്മൾ സൽക്കാരങ്ങളിലാകുമ്പോൾ, നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തിലാകുമ്പോൾ, മറ്റുള്ള യാത്രകളിലാകുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ആ വിളിയാളം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിന് ഉത്തരം നൽകിക്കൊണ്ട് വുദൂ എടുത്ത് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ഒരു മനസ്സ് നമ്മൾ കാണിക്കാറുണ്ടോ? ഇത് റമദാനിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. 5 വഖ്ത് നിസ്കാരം എല്ലാ ദിവസവും മരിക്കുന്നത് വരെ നമ്മൾ മുസ്ലിമാണോ, ബുദ്ധിയുണ്ടോ, ഓർമ്മയുണ്ടോ, നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട്, അതിന് കഴിയില്ല എങ്കിൽ പിന്നെ ഇരുന്നിട്ട്, അതിന് കഴിയില്ല എങ്കിൽ കിടന്നിട്ട്, ഒന്നിനും കഴിയില്ലെങ്കിൽ പിന്നെ മനസ്സുകൊണ്ടെങ്കിലും നിസ്കരിക്കണം. യുദ്ധക്കളത്തിൽ പോലും നിസ്കാരം പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. സ്വർഗ്ഗം വേണോ? നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തണം. മൻ ആമന ബില്ലാഹി വറസൂലിഹി വഅഖാമസ്സലാം വസമ റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം. കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുൽ ജന്ന, ഈ 4 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവന് സ്വർഗ്ഗം കൊടുക്കൽ അല്ലാഹുവിന്റെ മേൽ നിർബന്ധമായി. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വർഗ്ഗം കൊടുക്കൽ നിർബന്ധമായി. അല്ലാഹുവിന്റെ നിർബന്ധം, അല്ലാഹുവിന്റെ ബാധ്യതയാ, ഹഖായ ഒരു കാര്യം. എന്താണ് ഈ സ്വർഗ്ഗം കിട്ടാൻ ചെയ്യേണ്ടത്? മൻ ആമന ബില്ലാഹി വറസൂലിഹി വഅഖാമസ്സലാം വസമ റമദാൻ, ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന് സ്വർഗ്ഗം കൊടുക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. ഹാജറ ഫീ സബീലില്ലാഹി ഔ ജലസ ഫീ അർളിഹി അർളില്ലത്തി ഉലിദ ഫീഹാ, അവന് ഹിജറ പോയാലും വേണ്ടില്ല, ഹിജറ പോകാതെ അവൻ ജനിച്ച മണ്ണിൽ തന്നെ അവിടെ ഇരുന്നാലും വേണ്ടില്ല, ഹിജറ പോയതൊന്നുമല്ല. ഈ 4 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടോ അവന് സ്വർഗ്ഗം കൊടുക്കൽ അല്ലാഹുവിന്റെ മേൽ നിർബന്ധമാണ്. ഖാലൂ യാ റസൂലല്ലാഹ് അഫലാ നബിഉന്നാസ ബിദാലിക്, ഇത് ഞങ്ങൾ ജനങ്ങളെ അറിയിക്കട്ടെയോ എന്ന് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആ സമയത്ത് പ്രവാചകന്റെ മറുപടി, ഇന്ന ഫിൽ ജന്നത്തി മിഅത ദർജ, തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിൽ 100 ദർജകളുണ്ട്. ഹബീബ് പറയാ 100 ദർജകൾ സ്വർഗ്ഗത്തിലുണ്ട്. അഅദല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്തവർക്ക് വേണ്ടി, അല്ലേ, മുജാഹിദുകൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആ 100 ദർജകൾ. എന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ? വെറും യുദ്ധത്തിൽ പിന്നെ വാളെടുത്ത് പോരാടൽ മാത്രമല്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ വിമർശിക്കാൻ പറയും, ഇസ്ലാം ഫുള്ള് ജിഹാദാണ്, ബദറും ഖന്തക്കും മറ്റുള്ള യുദ്ധങ്ങളും എവിടെ നോക്കിയാലും ജിഹാദ്, അമുസ്ലിങ്ങളെ കൊന്നുകളയാ, അവിശ്വാസികളെ കൊന്നുകളയാ. അങ്ങനെ ആ ജിഹാദ് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ വിമർശിക്കുക. ഇസ്ലാം പഠിപ്പിച്ച ജിഹാദ് എന്ന് പറഞ്ഞാൽ വെറും വാളുകൊണ്ടുള്ള യുദ്ധം മാത്രമല്ല, അതുണ്ട്. അതോടൊപ്പം ഇസ്ലാം പഠിപ്പിച്ച എല്ലാ കർമ്മങ്ങളും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ യുദ്ധത്തിന് ഇറങ്ങട്ടെയോ, ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചോദിക്കുകയാണ് അവനോട്, നിന്റെ വീട്ടിൽ പ്രായമെത്തിയ ഉമ്മയും വാപ്പയും ഉണ്ടോ? പ്രായമായ ഉമ്മയും വാപ്പയും നിന്റെ വീട്ടിലുണ്ടോ? ഉണ്ട് നബിയെ, എന്റെ വീട്ടിൽ പ്രായമായ ഉമ്മയും വാപ്പയും ഉണ്ട്. എങ്കിൽ നീ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല. ആ ഉമ്മക്കും വാപ്പക്കും വേണ്ടുന്ന ഒത്താശകൾ നീ ചെയ്തു കൊടുക്ക്. യുദ്ധക്കളത്തിൽ പോയി നീ യുദ്ധം ചെയ്തു മരിക്കുന്നത് പോലെ തന്നെ ജിഹാദ് നിനക്ക് തീർച്ചയായിട്ടും നിന്റെ ജിഹാദ് ആ ഉമ്മയെയും വാപ്പയെയും പരിചരിക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ജിഹാദ് അതാ, ഉമ്മാനും വാപ്പനെ നോക്ക്, അല്ലേ? അങ്ങനെ ഇസ്ലാമിന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടോ അതിനെ എല്ലാം ഹജ്ജുൽ ജിഹാദാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജുൽ ജിഹാദാണ്. അങ്ങനെ എല്ലാത്തിനും ജിഹാദ് അതൊരു ത്യാഗമാണ്. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫിൽ ജന്നത്തി മിഅത ദർജ, സ്വർഗ്ഗത്തിൽ 100
അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്ന മുജാഹിദീകൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഓരോ ദർജകൾക്കിടയിലും 100 ദർജകളുണ്ട്. ഓരോ ദർജകൾക്കിടയിലും ആകാശ ഭൂമിയുടെ വിശാലതയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തിൽ നിന്ന് സഞ്ചരിച്ച് ഭൂമിയിലേക്ക് എത്താനുള്ള ദൂരം ഓരോ ദർജകൾക്കിടയിലും ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയായിരുന്നു വിശാലത, എത്രയാ സ്വർഗ്ഗത്തിന്റെ വിശാലത. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വഇദാ സഅൽതുമുല്ലാഹ ഫസലൂഹുൽ ഫിർദൗസ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സ്വർഗ്ഗം ചോദിക്കുമ്പോഴെല്ലാം അല്ലാഹുവിനോട് നിങ്ങൾ ഫിർദൗസ് ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഫൈനഹു ഔസതുൽ ജന്ന, ആ സ്വർഗ്ഗത്തിന്റെ മധ്യസ്ഥാനം എന്നുള്ളത് ഫിർദൗസാണ്. വഅലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയും ആ പിന്നെ ഫിർദൗസ് തന്നെയാണ്. വഫൗഖഹു അർശുർ റഹ്മാൻ, ആ ഫിർദൗസിന്റെ മുകളിലാണെന്നുള്ളത് അല്ലാഹുവിന്റെ അർശുള്ളത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിന്റെ മധ്യസ്ഥാനം ഫിർദൗസാണ്. ഏറ്റവും ഈ 100 പിന്നെ പദവികളിൽ ഏറ്റവും ഉന്നത പദവി ഫിർദൗസാണ്. സ്വർഗ്ഗം ചോദിക്കുമ്പോൾ അല്ലാഹ് സ്വർഗ്ഗം തരണേ എന്നല്ല നീ ചോദിക്കേണ്ടത്, ഹബീബ് പഠിപ്പിക്കുകയാണ്. മറിച്ച് നീ എന്ത് ചെയ്യണം? ഫിർദൗസ് കിട്ടാൻ വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമിൻഹു തഫജ്ജറൻ ഹാറുൽ ജന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിച്ചു. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. ഈ ചെറ്റുവ പാലുണ്ടല്ലോ, അതിങ്ങനെ കയറി വരുമ്പോ വല്ലാത്തൊരു രസം കാണാൻ, എല്ലാവർക്കും രസമാണ്. നമ്മളൊക്കെ സഞ്ചരിക്കണല്ലേ. അങ്ങനെ നമ്മൾ ഈ പുഴയോരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ നദി, പുഴ, സമുദ്രം ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കി അതൊക്കെ അവിടെ എത്തുമ്പോ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. കാറിലാകട്ടെ, ബസ്സിലാകട്ടെ, അതുപോലെ തന്നെ പിന്നെ ട്രെയിനിലാകട്ടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഏതൊരാൾ നോക്കി പോകും, നോക്ക് പുഴ അതല്ലെങ്കിൽ നോക്ക് കടല് എന്നൊക്കെ കണ്ട് നമ്മളൊക്കെ പുഴകൊള്ളാറുണ്ട്. അതുപോലെ തന്നെ നല്ല വിലയാ ഈ പുഴയോരങ്ങളിൽ സ്ഥലങ്ങൾക്ക്, അതുപോലെ തന്നെ കടലോരങ്ങളിൽ സ്ഥലങ്ങൾക്കൊക്കെ നല്ല നല്ല വിലയാ. കാരണം എല്ലാവർക്കും അവിടെ വന്ന് താമസിക്കുവാനും അവിടൊക്കെ വന്നിട്ട് സെന്റിൽ പറമ്പെടുത്ത് കുറച്ച് പിന്നെ അവിടെ നടക്കാനും ഒക്കെ താല്പര്യം എല്ലാവർക്കും ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ താഴ്ഭാഗത്തുകൂടെ ആ ഒരു സുഖാനുഭൂതി അനുഭവിക്കും സ്വർഗക്കാർ. അതിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അത് എവിടുന്നാ വരുന്നത്? ഫിർദൗസിൽ നിന്നാണ് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സ്വർഗ്ഗത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വർണ്ണിച്ചാൽ വിശദീകരിച്ചാൽ തീരാത്ത അത്രയും സുഖാനുഭൂതികൾ അല്ലാഹു സ്വർഗ്ഗത്തിൽ തയ്യാറാക്കി വെച്ചു. ആ സ്വർഗ്ഗത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ബിനാഉൽ ജന്നതി ലബിനതും മിൻ ദഹബ്, സ്വർഗ്ഗത്തിന്റെ ഇഷ്ടിക, സ്വർണ്ണത്തിന്റെ ഇഷ്ടിക കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ നിർമ്മിച്ചിട്ടുള്ളത്. വലബിനതും മിൻ ഫിദ്ദ, അതുപോലെ തന്നെ വെള്ളിയുടെ ഇഷ്ടിക കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാം തയ്യാറാഹു ഉഇദ്ദതു ലിൽ മുത്തഖീൻ. ഖുർആൻ പറഞ്ഞല്ലോ, മുത്തഖീകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന സ്വർഗ്ഗവും നരകമൊക്കെ റെഡിയാക്കട്ടെ, അതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നാളെ പരലോകത്ത് വരേണ്ട ആവശ്യമുള്ളൂ. സ്വർഗ്ഗക്കാർക്ക് സ്വർഗ്ഗം, നരകക്കാർക്ക് നരകം, അതൊക്കെ അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ ഹദീസുകളൊക്കെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ നിർമ്മാണത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, വെള്ളിയും സ്വർണ്ണവും ഒക്കെ കൂട്ടിച്ചേർത്ത ഇഷ്ടികളെ കൊണ്ടാണ് സ്വർഗ്ഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. ദർമകത്തുൻ ബൈദാ, അതിന്റെ മണൽത്തരികൾ, സ്വർഗ്ഗത്തിലെ മണൽത്തരികൾ വളരെ ലോലമായ നേർമയുള്ള വെളുത്ത രൂപത്തിലുള്ള മൺതരികളാണ്. മിസ്കുൻ ഖാലിസുൻ, ആ സ്വർഗ്ഗത്തിലെ മണൽത്തരികൾക്ക് പിന്നെ കസ്തൂരിയുടെ മണം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബാഉഹാ, ആ സ്വർഗ്ഗത്തിലെ കല്ലുകൾ അൽ യാഖൂത്ത് വൽ ലുഹ്ലു, മാണിക്യവും മുത്തുകളുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാണിക്യവും മുത്തുകളും നിറഞ്ഞ കല്ലുകളാണ് സ്വർഗ്ഗത്തിലുള്ളത്. അതിൽപ്പെട്ടൊരു കല്ലാണ് ഹജറുൽ അസ്വദ് മിനൽ ജന്ന. മുഹമ്മദ് മുസ്തഫ
മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ അതിൽ മുത്താൻ വേണ്ടി പരിശ്രമിക്കും. അതുപോലെ തന്നെ അതിന് കഴിയാത്തവർ കൈകൊണ്ട് ആംഗ്യം കാണിക്കും, അല്ലാഹു അക്ബർ എന്നൊക്കെ പറയും. തവാഫ് തുടങ്ങുന്നത് ആ ഹജറുൽ അസ്വദിന്റെ നേരെ എത്തുമ്പോഴാണ്. സ്വർഗ്ഗത്തിൽ നിന്നുള്ള കല്ലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സ്വർഗ്ഗമാണ് നമുക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഈ സ്വർഗ്ഗമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. സാബിഖൂ സാബിഖൂ, നിങ്ങൾ മുന്നോട്ട് വരി. അല്ലാഹു പറയാ, സാബിഖൂ, നിങ്ങൾ മുന്നോട്ട് വാ, നിങ്ങൾ മുന്നോട്ട് വാ. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്ന. ഈ സ്വർഗ്ഗം കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണം. നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായിട്ട് വാ, നിങ്ങൾ മുന്നോട്ട് വാ. അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും? നിസ്കാരമാണോ നിസ്കരിക്ക്, നോമ്പാണോ നോമ്പെടുക്ക്, ഖുർആൻ ഓതലാണോ ഖുർആൻ ഓത്, ദാനധർമ്മങ്ങൾ കൊടുക്കലാണോ ദാനധർമ്മം കൊടുക്ക്, സക്കാത്ത് കൊടുക്കലാണോ നീ സക്കാത്ത് കൊടുക്ക്. വസാരിഉ വസാബിഖു, നീ മുന്നോട്ട് കുതിച്ചു വാ, സ്വർഗ്ഗത്തിനു വേണ്ടി നീ അധ്വാനിക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ക്ഷണമാണ്. നിനക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച സ്വർഗ്ഗമുണ്ടല്ലോ. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്ന അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. അവിടത്തേക്ക് വേണ്ടി എന്ത് ത്യാഗം അനുഭവിക്കേണ്ടി വന്നാലും നീ അനുഭവിച്ച് മുന്നോട്ട് വാ, അതിനുവേണ്ടി നീ മത്സരിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ റമദാൻ മാസം നമ്മൾ പാഴാക്കി കളയരുത്. ചെയ്യാൻ പറ്റുന്ന നന്മകളല്ല. ഇപ്പോഴും പലരും മടിയന്മാരായി, ഇപ്പോഴും പലരും അലസന്മാരായിട്ട് മാറി നിൽക്കുകയാണ്. ഞാൻ ചെറുപ്പമാണെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലട്ടോ, ഞാൻ അധികം പ്രായമൊന്നും ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലട്ടോ, ഇനിയും കൊല്ലക്കാലം ഞാൻ ഉണ്ടാകുമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലട്ടോ. അതൊക്കെ സങ്കല്പമാണ്, അതൊക്കെ സങ്കല്പമാണ്. എന്റെ ഭാര്യ പിതാവിന്റെ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാര്യ പിതാവിന് ക്യാൻസർ ബാധിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പലതവണ പോകാൻ അല്ലാഹു എനിക്ക് സൗഭാഗ്യം നൽകിയിട്ടുണ്ട്. അവിടത്തെ അവസ്ഥകൾ കാണാൻ 5 വയസ്സ് മുതൽ ആരംഭിക്കുകയാണ്. അവിടെ ക്യാൻസർ, ഇവിടെ ക്യാൻസർ, 5ഉം 10ഉം 15ഉം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 16 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? എത്ര ചെറുപ്പക്കാര ബൈക്ക് അപകടത്തിൽ മരിക്കുന്നത്, കാർ അപകടത്തിൽ മരിക്കുന്നത്, മറ്റുള്ള വാഹന അപകടങ്ങളിൽ മരിക്കുന്നത്. വെറുതെ നടന്നു പോകുന്നവൻ, വെറുതെ റോട്ടിലൂടെ നടന്നു പോകുന്നവന് ഏതെങ്കിലും ഒരു ലോറി വന്നിടിച്ച് മരണപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നാളെ ഉണ്ടാകുമെന്ന് പറയാൻ ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് അല്ലാഹു നൽകിയ ഈ വലിയൊരു അവസരം, ഈ പരിശുദ്ധ റമദാൻ അല്ലാഹു എനിക്ക് നൽകിയ അവസരമാണ് എന്ന് മനസ്സിലാക്കി ഒരൽപ്പം പോലും, ഒരു നിമിഷം പോലും പാഴാക്കി കളയാതെ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്ക്, നോമ്പെടുക്ക്, ദിക്ർ ചൊല്ല്, സ്വലാത്ത് ചൊല്ല്, സക്കാത്ത് കൊടുക്ക്. ഉംറ ചെയ്യാൻ കഴിയുമെങ്കിൽ ഉംറ ചെയ്യ്, ഉംറ ചെയ്യാൻ കഴിയുമെങ്കിൽ ഉംറ ചെയ്യ്. ആകെ ഒരു അമൽ മാത്രമേ റമദാനിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം റമദാനിൽ ചെയ്യാം. ഹജ്ജല്ലാത്ത ബാക്കിയെല്ലാം നമുക്ക് പരിശുദ്ധ റമദാനിൽ ചെയ്യാം. നിസ്കാരം, നോമ്പും സക്കാത്തും മറ്റുള്ള ഏത് ഇബാദത്തുകളും ചെയ്യാം. ഹജ്ജില്ല, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ റമദാൻ മാസത്തിൽ നീ നോമ്പെടുത്ത് ഉംറ ചെയ്യ്, ഹജ്ജിന്റെ കൂലിയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നാളെയുടെ ലോകത്തേക്ക് വേണ്ടി മത്സരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് സ്വർഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ജന്നതി സമാനിയത്തു അബ്വാബ്, 8ഓളം കവാടങ്ങൾ സ്വർഗത്തിനുണ്ട്, 8ഓളം ബാബുകൾ സ്വർഗത്തിനുണ്ട് എന്നാണ്
അതിൻ്റെ വാതിലുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ 8 കവാടങ്ങളിൽ ഓരോ അമൽ ചെയ്തവർക്ക് വേണ്ടി ഓരോ കവാടം പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ നീ പോയിക്കോ, നിനക്ക് ഇഷ്ടമുള്ള കവാടത്തിൽ കൂടെ പോയിക്കോ, അത് നിന്റെ താല്പര്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില വിഭാഗങ്ങളുണ്ട്. ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാണ്. ഓരോരുത്തരോടും ഇതിനെ പോയിക്കോ, ഓരോരുത്തരോടും അതിനെ പോയിക്കോ, ഇന്ന കവാടത്തിലൂടെ പോയിക്കോ എന്ന് പറയുമ്പോൾ നീ നിനക്ക് ഇഷ്ടമുള്ളതിലൂടെ പോയിക്കോ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന ഈസ അബ്ദുല്ലാഹ് വബ്നു അമതിഹി വ കലിമതുഹു അൽഖാഹാ ഇലാ മർയം വ റൂഹുൻ മിൻഹു വ അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറ ഹഖ്ഖുൻ. ഈ ഒരു ദിക്ർ ഒരാൾ ചൊല്ലിയാൽ, ഒന്നുകൂടെ പറഞ്ഞുതരാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന ഈസ അബ്ദുല്ലാഹി വബ്നു അമതിഹി വ കലിമതുഹു അൽഖാഹാ ഇലാ മർയം വ റൂഹുൻ മിൻഹു വ അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറ ഹഖ്ഖുൻ. ഇതാരെങ്കിലും ചൊല്ലിയാൽ അവൻ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അവന് പോകാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, മാ മിൻകും മിൻ അഹദി യതവല്ലു ഫയുഹ്സിനുൽ വുദൂഅ. ഞാൻ വുദൂ എടുത്തതുപോലെ വേറെ ആരെങ്കിലും പഠിപ്പിച്ചതുപോലെ തോന്നിയതുപോലെ അല്ല, ഞാൻ വുളു എടുത്തതുപോലെ സുന്ദരമായ ശരിയായ രൂപത്തിൽ ആരെങ്കിലും വുളു എടുത്തിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ, ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വ ജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഈ ദിക്ർ ചൊല്ലണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഇത് ഞാൻ ചൊല്ലിയാൽ എനിക്ക് 8 കവാടങ്ങളും എന്റെ മുമ്പിൽ തുറക്കപ്പെടും എന്ന മനസ്സോടെ ചൊല്ലാൻ നമുക്ക് പറ്റണം കൂട്ടരെ. ഒരു പറമ്പെടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കുക? ആ പറമ്പ് ഞാൻ എടുത്താൽ എനിക്ക് എന്താ നേട്ടം? ആ വീടെടുത്താൽ എനിക്ക് എന്താ നേട്ടം? ആ കച്ചവടം തുടങ്ങിയാൽ എനിക്ക് എന്താ നേട്ടം? ഭൗതികമായ ഏത് ജോലിക്ക് നമ്മൾ പോകുമ്പോൾ എന്റെ നേട്ടം എന്താ, എന്റെ നേട്ടം എന്താ? അത് 10 വട്ടം ആലോചിച്ചു ചർച്ച ചെയ്തിട്ട് അതിൽ നമ്മൾ ഇടപെടുള്ളൂ. പക്ഷെ സ്വർഗത്തിന് വേണ്ടി അമല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഇബാദത്ത് ചെയ്തിട്ട് എന്താ നേട്ടം ചിന്തിച്ചിട്ടുണ്ടോ? നേട്ടം മനസ്സിലാക്കിയിട്ട് നമ്മൾ അമല് ചെയ്യണം. ഈ ദിക്ർ ആരെങ്കിലും വുദൂ എടുത്തിട്ട് ചൊല്ലിയാൽ 8 കവാടങ്ങളും അവന്റെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തൊരു വിഭാഗത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, സ്ത്രീകളെ കുറിച്ച് പ്രവാചകൻ പറയാ, സ്ത്രീകളെ പ്രത്യേകമാക്കിയിട്ട് പറയാ. ഈ പറഞ്ഞ ദിക്റുകളൊക്കെ പിന്നെ സ്ത്രീകൾക്ക് ചൊല്ലാൻ പ്രത്യേകമായിട്ട് സ്ത്രീകളോട് പറഞ്ഞു. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, അവൾ 5 വഖത് നമസ്കാരം കൃത്യമായി നിർവഹിച്ചു. അതുപോലെ തന്നെ വസാമത്ത് ഷഹറുഹാ, റമദാൻ മാസത്തിൽ അവൾ നോമ്പനുഷ്ഠിച്ചു. വഹഫിളത്ത് ഫർജഹാ, അവളുടെ ഗുഹ്യ ഭാഗത്ത് അവൾ സൂക്ഷിച്ചു. വഅതാഅത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിച്ചു. ഇങ്ങനെയുള്ള പെണ്ണ്, എന്താണ് ആ പെണ്ണിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത്? ഇദാ സല്ലത്തിൽ മർഅ ഖംസഹാ, 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിച്ച പെണ്ണ്. വസാമത്ത് ഷഹറഹാ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ച പെണ്ണ്. വഹഫിളത്ത് ഫർജഹാ, അവളുടെ ഗുഹ്യ ഭാഗത്തെ സൂക്ഷിച്ച പെണ്ണ്. വഅതാഅത് സൗജഹാ, തന്റെ ഭർത്താവിനെ അനുസരിച്ച പെണ്ണ്. ഖീല ലഹാ, ആ പെണ്ണിനോട് പറയും, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്ക്. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, നിനക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പോകാമെന്ന് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കേൾക്കാനേ നമ്മുടെ ഭാര്യമാർക്കൊക്കെ തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ അവരൊക്കെ നമ്മൾ വെള്ളിയാഴ്ച കൊണ്ടുവരും. ഒരു ഖുതുബ കേൾക്കട്ടെ, അവരുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. വെള്ളിയാഴ്ച ഖുതുബ എന്ന് പറഞ്ഞാൽ അത് വഅദാണ്, ഒരു ഉപദേശമാണ്. ആഴ്ച ഒരിക്കൽ നിർബന്ധമായിട്ടും ഒരു മുസ്ലിമിന്, ഒരു മുസ്ലിമത്തിന് കിട്ടിയിരിക്കേണ്ട വഅദാണ് വെള്ളിയാഴ്ച ഖുതുബ എന്ന് പറഞ്ഞാൽ.
അല്ലെ? അതുകൊണ്ട് ഇതൊക്കെ അവർ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യട്ടെ. അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു വിഭാഗത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരാണെന്നറിയോ ആ വിഭാഗം? അവർ പ്രവാചകൻ എടുത്തു പറഞ്ഞൊരു വിഭാഗം, മാ മിൻ മുസ്ലിമിൻ യമൂതു ലഹു സലാസത്തുൻ മിനൽ വലദ് ലം യബ്ലുഗുൽ ഹിൻസ ഇല്ലാ തലഖൗഹു മിൻ അബ്വാബിൽ ജന്നത്തി സമാനിയത മിൻ അയ്യിഹാ ശാഅ ദഖല. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 മക്കളെ കൊടുത്തു. 3 മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. എന്നിട്ട് ആ 3 മക്കള് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്, വാപ്പ മരിക്കുന്നതിന് മുമ്പ് മക്കള് മരിച്ചതാണ്. 3 മക്കളെ കിട്ടിയിട്ട് ആ മാതാപിതാക്കൾക്ക് മുമ്പ് ആ മക്കൾ മരണപ്പെട്ടു പോയി. ഒരു കുട്ടി മരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ വേദന എത്രയാ? 2 കുട്ടി മരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ വേദന എത്രയാ? 3 കുട്ടികളെ അല്ലാഹു കൊടുത്തിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് മക്കളുടെ വില അറിയൂ. നമുക്ക് സന്താനങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോ പഠിക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കിട്ടുമ്പോ അതിന്റെ വില അറിയില്ല. സന്താനങ്ങളില്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന അറിയുള്ളൂ. അല്ലാഹുവിന്റെ കാരുണ്യമാണ് മക്കള്. ഒരെണ്ണം കിട്ടി, അത് മരിച്ചു. രണ്ടാമത്തെയും കിട്ടി, അതും മരിച്ചു. മൂന്നാമത്തതും കിട്ടി, അതും മരിച്ചാൽ അല്ലാഹു ആ മാതാപിതാക്കളോട് പറയും, ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇത്തരം തൗഫീഖ് ലഭിക്കാൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഒരു മൂലയിലെങ്കിലും എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി എന്ത് ത്യാഗങ്ങൾ അനുഭവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. ഇന്ന് മുതൽ ആ സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെട്. അല്ലാഹുവിന്റെ ഫിർദൗസ് ചോദിക്ക്. ഒരു മൂലയിലെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ ഭൂമി മുഴുവൻ കിട്ടുന്നതിനപ്പുറമാണ് എന്ന് ഹബീബുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനോട് കൂടി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമ്മളെ എല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ചെറുതും വലുതുമായ ഒരുപാട് അമലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിർവഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ നിസ്കാരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വതന്ത്രകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സക്കാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം കടന്നു വരാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനേ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട്